നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവനായിട്ടുള്ള ഡോക്ടർ ഹാരിസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സർക്കാർ ആശുപത്രിയെ സംബന്ധിക്കുന്നിടത്തോളം പലതരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതുവരെ സർക്കാർ 100% അവകാശപ്പെട്ടിട്ടില്ല. അതായത് സർക്കാർ ആശുപത്രികളെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാതെയാണെന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ സജ്ജീകരണങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അവിടെ ആതുര സേവന രംഗത്ത് പൊതുജനങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ അവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പറയുന്നുണ്ട്. അത് സത്യസന്ധമാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ സമീപത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ പണ്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ അടച്ചിട്ട് പോകുന്ന ആശുപത്രികളായിരുന്നു. അത് വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്നില്ല. പിന്നെ CHSCകൾ, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളാക്കി മാറ്റിയിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ CHSCകൾ ചില ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോ തലസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റൽ ഒരു CHSC ആണ്. അങ്ങനെ ഈ CHSCകൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ്. അവിടെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ 6 മണിക്കല്ല, ഫുൾ ടൈം 24 hours വർക്ക് ചെയ്യുന്ന തരത്തിൽ അഡ്മിറ്റ് ചെയ്ത് മെഡിക്കൽ കോളേജ് പോലെ തന്നെ പാരലായിട്ട് അത്യാവശ്യം എല്ലാ രോഗങ്ങൾക്കും അവിടെ ചികിത്സ ലഭ്യമാക്കും. അതിനുശേഷമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളെല്ലാം വരുന്നത്. ആ ഒരു ഹോസ്പിറ്റലുകളുടെ സംവിധാനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനിടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ആ കെട്ടിടങ്ങൾ കാണുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. പ്രവർത്തന സമയത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഇല്ലേ എന്നല്ല, ചില പാകപ്പിഴകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഹാരിസ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ജെനുവിനാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അതിന്റെ ഇടയിൽ കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്നറിയും, അതൊരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യണം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരത്തിൽ നമ്മുടെ വീണ ജോർജ് എന്ന മന്ത്രി ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. നേരത്തെ ഇന്ത്യ വിഷനിലും മറ്റ് ചാനൽ, റിപ്പോർട്ടർ ചാനലിലൊക്കെ അവർ ഒരു അവതാരകയായിരുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ പല മാധ്യമ സിംഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇവരോടൊപ്പം തന്നെ ചില പുരുഷ കേസരികളുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു അവസരം വളരെ പെട്ടെന്ന് ഒരു മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകളെയോ ജനങ്ങളെ അറിയിക്കേണ്ട വിഭാഗക്കാർ പിന്നെ ഇവരാണല്ലോ. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം സീനിയോറിറ്റി മറികടന്ന് തലപ്പത്തെത്തിപ്പോയ ഒരാളടുത്തുണ്ടാകുന്ന വല്ലാത്ത കുശുമ്പ് അവരോടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താലും കുറ്റമാണ്, എന്ത് പറഞ്ഞാലും അതിന്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ വിവാദത്തിൽപ്പെടുത്തുക എന്ന് ചിലർക്ക് ലക്ഷ്യമുണ്ട്. ഇപ്പോ ഹാരിസ് ഡോക്ടറിലേക്ക് നമ്മൾ വന്നാൽ അവിടെ ശസ്ത്രക്രിയ മുടങ്ങി. ആ ഒരു ഡോക്ടർക്ക് ചെയ്യുന്ന ആ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സാധാരണക്കാരനായി ജനിച്ചു വളർന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആതുര സേവനമാണ് പഠിച്ച പ്രൊഫഷൻ വെച്ചിട്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ സിസ്റ്റത്തിൽ ഉണ്ടാകേണ്ട പൊളിച്ചെഴുത്താണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ നടക്കുന്നത് എന്താണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയെ കുറിച്ച് ഇത്ര മുഴുനീള ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോ തലസ്ഥാനത്ത് തന്നെ എടുക്കാം. എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ചികിത്സാ പിഴവുകൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ നാട്ടിലെടുത്താൽ, നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്കിടയിൽ എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവമുള്ളവരുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചികിത്സാ പിഴവുകൾ, ഭീമമായ തുക, എന്തിനേറെ പറയുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ പണം അടയ്ക്കാത്തതിന്റെ പേരിൽ മൃതദേഹങ്ങളോട് പോലും ആദരവ് കാട്ടാത്തവരാണ് നമ്മുടെ നാട്ടിലെ ഈ സ്വകാര്യ ആശുപത്രി കൊള്ളക്കാർ. ആ കൊള്ളക്കാർക്ക് വേണ്ടി, അതായത് പ്രമുഖ ഹോസ്പിറ്റൽ എന്ന് നിങ്ങൾ വാർത്ത വായിക്കുള്ളൂ. ഏതെങ്കിലും ഒരു ചികിത്സാ പിഴവുണ്ടായാൽ തലസ്ഥാനത്തെ ഒരു പ്രമുഖ ആശുപത്രിയുടെ പേര് പറയില്ല. ഇത് ആശുപത്രിക്ക് പേരില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഈ മാധ്യമങ്ങളുടെ എല്ലാവരുടെയും ഒരു ക്ലൈന്റ് ആണ്. ക്ലൈന്റ് എന്ന് പറഞ്ഞാൽ മാസാമാസം വലിയൊരു തുക കൊണ്ടുവന്ന് ഇവർക്ക് ഈ നമ്മുടെ പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു ഇടപാട് ഇവർക്കിടയിലുണ്ട്. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ ഈ നാട്ടിൽ സാധാരണക്കാരോട് എന്ത് തോന്നിവാസമോ തെമ്മാടുത്തമോ ചികിത്സാ പിഴവോ അവന്റെ ശരീരത്തിൽ മരുന്ന് പരീക്ഷണം നടത്തിയാൽ പോലും ഒരിക്കലും ആ വാർത്ത പുറത്തു വരാൻ പോകുന്നില്ല. നേരെ മറിച്ച് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലുമൊക്കെ സംവിധാനം വന്നാൽ അതിന്റെ വിശ്വാസ്യത തകർത്തു കൊടുക്കാമെന്നുള്ള ഒരു കൊട്ടേഷൻ, ഒരു ഉടമ്പടി ഇവർക്കിടയിലുണ്ട്. ആ കൊട്ടേഷൻ വെച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രിയാണല്ലോ. ഒരു സംശയമില്ലല്ലോ. അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം 100% ശരിയെന്നോ ഒന്നും പറയുന്നില്ല. അതിന് കാരണമുണ്ട്. കാര്യം ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കുറെ പേരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അവരുമായിട്ടൊക്കെ പറയുമ്പോൾ സംസാരിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിരവധി രോഗികളാണ്. അതായത് ഒരു ദിവസം 2000 പേരെയൊക്കെയാണ് ഒരു ഡോക്ടറിന് നോക്കേണ്ടി വരുന്നത്. അവരും മനുഷ്യരാണ്.
ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്രയും ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനോളം വേണ്ട സംവിധാനങ്ങൾ വേണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എന്ന് കരുതിക്കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ നിങ്ങൾ പോകാറുണ്ട്. പനിക്ക് ചെന്നാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടാറില്ല. ചില മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ടെന്ന്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അടിമുടി താളം തെറ്റി ഈ പറയുന്ന സംവിധാനങ്ങൾ. ഈ അടുത്ത കാലത്ത് SIT ഹോസ്പിറ്റലിൽ സ്വന്തം മകനെയും കൊണ്ട് ട്രീറ്റ്മെന്റിന് പോയൊരു വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ SIT സൂപ്രണ്ടിനെ നേരിട്ട് പരിചയമുണ്ടെങ്കിൽ പോലും അവര് ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. പക്ഷെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഒരു മംസിന്റെ അസുഖം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അഡ്മിറ്റ് ചെയ്ത് അതിന്റെ പരിശോധനകൾ നടത്തണമെന്ന് പറഞ്ഞു. ആരെയും വിളിക്കേണ്ടി വന്നില്ല. എല്ലാ കുട്ടികൾക്കും ഒരു പരിചരണമാണ്. കാര്യം അതിനകത്ത് പോയിട്ടുള്ളവർക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്, സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പഴയ കാലമല്ല. ഇന്ന് അതെല്ലാം പ്രവർത്തിക്കുന്നതിന് ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒന്നിനെയും കണ്ണടച്ചിരുട്ടാക്കരുത്. കാര്യം ഈ സർക്കാർ ആശുപത്രിയുടെ പടി ചവിട്ടാത്തവന്മാരാണ് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ. അവരെ കാശുണ്ട്, സ്വകാര്യ ആശുപത്രി മുതലാളിമാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്, നല്ല അച്ചായന്മാരുടെ ഹോസ്പിറ്റലുകൾക്കെല്ലാം വല്ലാത്ത പിന്തുണ കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ ഈ താല്പര്യം എല്ലാ കാലത്തും സ്വകാര്യ ആശുപത്രി മുതലാളിമാരോടാണ്, ഫണ്ട് റൈസർമാരാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ സർക്കാർ, അത് ഞാൻ ഒരിക്കലും വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നുമല്ല പറയുന്നത്. അത് നിങ്ങൾ കേട്ടിട്ട് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. കാര്യം കാലാകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ജനങ്ങളെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ വരുമാനത്തെ ഏറ്റവും കൂടുതൽ ചിതറിച്ചു കളയുന്ന രണ്ട് മേഖലകൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയുമാണ്. ഈ രണ്ട് മേഖലയും സ്വകാര്യ കുത്തകകൾക്ക് വിട്ടുകൊടുത്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ മുള പോലെയാണ് പ്രൈവറ്റ് സ്കൂളുകൾ മുളപൊട്ടി വന്നത്. മുളപൊട്ടി പടപടപടപട എന്നാണ് എത്രയെത്ര സ്വകാര്യ സ്കൂളുകൾ വന്നു. ഈ സ്വകാര്യ സ്കൂളുകൾ വരാനുള്ള കാരണം എന്താണ്? സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരം കാലാനുസൃതമായി മാറ്റാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ഈ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ അതൊരു ബിസിനസ് സാധ്യതയായി കണ്ടുകൊണ്ടാണ് പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ, അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദുസിന്റെ എല്ലാത്തിന്റെയും ഓരോ കമ്മ്യൂണിറ്റിക്കാർ അതൊരു അവസരമാക്കിയെടുത്ത് വിദ്യാഭ്യാസ കച്ചവടം അങ്ങ് വിപുലീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഇല്ലാത്ത പൈസ എടുത്ത്, അതായത് ഭീമമായ തുകയാണ് ഡൊണേഷൻ മേടിക്കുന്നത്, ഭീമമായ തുകയാണ് ഫീസായിട്ട് മാസാമാസം കൊടുക്കേണ്ടി വരുന്നത്. അതിനു പുറമെ ബുക്കിന്റെ ഫീസ്, പിന്നെ ആനുവൽ ഫീസ്, പിന്നീട് ബസ് ഫീസ്, അങ്ങനെ തുടങ്ങി ഒരു അക്കാഡമിക് കരിയർ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും 2 ലക്ഷത്തിന് മുകളിൽ ഉറപ്പായിട്ട് ഒരു കുട്ടിയെ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടിയുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഈ സർക്കാർ വന്നിട്ട് കൈവച്ച 2 മേഖലയാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിച്ചിട്ടുണ്ടെന്ന്, സർക്കാർ ആശുപത്രികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്ന് കരുതിക്കൊണ്ട് കംപ്ലീറ്റ് ശരിയായ നല്ല അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നതിനെ അതിനെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ആ മാറ്റങ്ങളെ മുഴുവൻ റദ്ദാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാര്യം അത്രമാത്രം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ പ്രഷർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് മനസാക്ഷിയുള്ള ഡോക്ടർമാർ, ഒരു കാര്യം മനസ്സിലായല്ലോ, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് മനസാക്ഷിയുണ്ട്. അദ്ദേഹം പറഞ്ഞില്ലേ, എന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് മനുഷ്യനായിട്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത്. കാര്യം മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ട് വളർന്നു വന്ന മാനസികാവസ്ഥ വെച്ച് അദ്ദേഹം പ്രതികരിച്ചു പോയതാണ്. അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതായത് അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാം, ഇത്രയും കാലതാമസം, അതായത് ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയുള്ള കാലതാമസങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് കൃത്യമായി ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. ഇപ്പോ പറഞ്ഞില്ലേ, ഡോക്ടർ ഇപ്പോ ഈ എക്യുപ്മെന്റ്സിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും സർജറി മുടങ്ങിയ കാര്യം പറഞ്ഞു. അദ്ദേഹം പല ആവർത്തി പറഞ്ഞതിന് ശേഷം ഇത് എത്തിച്ചില്ല എന്ന് പറയുന്നത്. ഇത് ഒരു പ്രൊസീജിയർ ഉണ്ട് എല്ലാ കാര്യത്തിലും. അതായത് മന്ത്രി ഉടനെ വാങ്ങിയങ്ങ് കൊടുത്തരെ എന്ന് പറയുന്ന രീതിയിൽ നടക്കില്ലല്ലോ. അതിന് ഓരോ ഡിപ്പാർട്ട്മെന്റ് വഴി ഇത് എന്ത് ചെയ്യേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേഷൻ കടന്നു പോയിട്ട് കൊട്ടേഷൻ കൊടുത്ത് കമ്പനിക്ക് അത് കൊണ്ടുവരുന്ന വരെ ഉള്ള പ്രൊസീജിയർ സർക്കാർ ചട്ടപ്രകാരം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്ക് രാവിലെ പൈസ എടുത്തു കൊടുത്തത് മേടിക്കാൻ പറ്റില്ലല്ലോ. ആ അവസ്ഥ അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി സന്ദർഭത്തിൽ
ഈ ഹീറോയിസ്റ്റിക് ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പോയി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങൾ കൊറോണ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കെ ശൈലജ ടീച്ചറെ ഇപ്പോഴും ഇവർ കോവിഡ് കള്ളി എന്നൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു പരിചയമല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു കൊറോണ എന്ന് പറയുന്നത്. വളരെ പ്രതിസന്ധി ഈ നാടിന് നേരിടുകയാണ്. എങ്ങനെ ജനങ്ങളെ സംരക്ഷിച്ചെടുക്കും? അവരുടെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്ന ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അവരെ PPE കിറ്റിട്ടാണ് നിർത്തേണ്ടത്. അപ്പോ ഇതിന് പലയിടങ്ങളിലും ഷോർട്ടേജ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു 1500 PPE കിറ്റ് അത് ഉയർന്ന വിലയിൽ മേടിച്ചു. അത് 1500 രൂപയ്ക്കെങ്ങാണ്ടാണ് മേടിച്ചത്. ബാക്കിയുള്ളതെല്ലാം 1000 രൂപയ്ക്ക് താഴെ. ആ ഒരൊറ്റ കാര്യം, ഈ 1500 എണ്ണം മേടിച്ചത് വലിയ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം സമാഹരിച്ച് വെക്കാൻ പറ്റുമോ സമാഹരിക്കാൻ വേണ്ടി കിട്ടുന്നിടത്തുനിന്നെല്ലാം അത് മേടിക്കുകയാണ്. അതിനുടനടി അന്നത്തെ കാലഘട്ടത്തിൽ ചില ചട്ടങ്ങൾ മറികടന്നു എന്ന രീതിയിലൊക്കെ ഇപ്പോഴും വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന് ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണ്. അവർക്കത് പരിശോധിച്ച് എവിടെയാണ് ഇത് ഡിലേ ആയത്, എന്തുകൊണ്ടാണ് ഇത് ഡിലേ ആയെന്ന് പരിശോധിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞ കാര്യം വളരെ റെലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും ആൾക്കാർ വരുന്ന ഇടങ്ങളിലെല്ലാം അവർക്ക് ഒരു ദിവസം ശസ്ത്രക്രിയ വൈകുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത വിഷമവും ആ വേദന സഹിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് പിന്നീട് അടുത്ത ഡേറ്റ് കിട്ടി അത് നടത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ വളരെ ജെനുവിൻ ആയിട്ടുള്ള മറുപടിയാണ്. നിങ്ങൾ ഒരു ശസ്ത്രക്രിയ സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ? ആ ഒരു കാര്യത്തെക്കുറിച്ച് പോലും നോക്കാതെ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം മുഴുവൻ വെന്റിലേറ്ററിലെന്നാണ് ഇന്ന് സതീശൻ പറയുന്നത്. ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയത്തിന് വേണ്ടിയാണോ? ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് ആശങ്ക കോരി ഇട്ടുകൊടുക്കുക. അവിടെ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ അനുഭവസ്ഥരില്ലേ? ആയിരക്കണക്കിന് ദുരനുഭവസ്ഥരുമുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള അനാസ്ഥകൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. മനുഷ്യരാണ്. നിങ്ങൾ ഒരു കാര്യം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഇനി ഏത് സിസ്റ്റം നമ്മൾ എവിടെ വെച്ചിരുന്നാലും അതിനകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരിൽ ഒരാൾ വീഴ്ച വരുത്തിയാൽ അതിന്റെ കുറ്റങ്ങൾ മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് ആരാണോ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നത് അവരാണ്. അവരാ നേരിട്ടിറങ്ങി ചെയ്ത തെറ്റല്ല. ഇതിപ്പോ ഈ മറ്റാരെങ്കിലും ഭരിക്കാനിരുന്നാൽ സംഭവിക്കാത്ത വീഴ്ചയല്ല, ഇത് സംഭവിക്കും. കാര്യം ഇന്നിപ്പോ ഇതിന്റെ പ്രതികരണമൊക്കെ ആരെ കൊണ്ടൊക്കെയാണ് എടുപ്പിക്കുന്നതെന്നൊക്കെ നോക്കിയപ്പോഴാണ് ഇതിൽ ചില രാഷ്ട്രീയമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. അത് മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് VS ശിവകുമാറിന്റെ പ്രതികരണം എടുക്കുകയാണ്. ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഷെയർ ഹോൾഡറാണ്, SK ഹോസ്പിറ്റൽ എന്ന് പറയും. അതിന്റെ ഷെയർ ഹോൾഡർ ആണെന്നുള്ള ഒരു കരക്കമ്പി ശക്തമായിട്ടുണ്ട്. അവിടെയാണ് ഈ അടുത്ത കാലത്ത് ചികിത്സാ പിഴവിന്റെ പേരിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ മുതലാളിയായിട്ട് ഇരുന്നുകൊണ്ടും ഈ ഭരണത്തിൽ, അതായത് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുകയും ഒരു കാര്യത്തെക്കുറിച്ച് ഒരറിവുമില്ലാതെ 5 വർഷം ഈ ഒരു വകുപ്പിൽ ഒരു പ്രത്യേക നോമിനിയായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തി ഉമ്മൻചാണ്ടിക്ക് പല കാര്യങ്ങളിലും മറുപടി നിയമസഭയിൽ പറയേണ്ടി വന്നത് നേർ ദൃസാക്ഷിയായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രതികരണമൊക്കെ ചില കോൺഗ്രസുകാരെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നമ്മുടെ ആശുപത്രികളുടെ അല്ലെങ്കിൽ അവിടെ സേവനം ലഭിക്കാൻ പോകുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അവിടെ ആകുമ്പോൾ നമ്മുടെ കച്ചവടക്കാർ എത്തിക്കാമല്ലോ. കാര്യം ഈ സന്ദർഭത്തിൽ അവരെല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ പറയാൻ കിട്ടിയ ഒരു അവസരം എന്നുള്ളൊരു അർത്ഥത്തിലല്ല. അതിന്റെ ഒരു വിശ്വാസ്യത അങ്ങ് തകർത്തതിന് ശേഷം ജനങ്ങളെ ഒരു പാനിക് ആക്കുക, ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് പാനിക് ആക്കിയതിനു ശേഷം നേരെ ഇവരെ എന്ത് ചെയ്യണം? സ്വകാര്യ ആശുപത്രിയുടെ കസ്റ്റമർ ആക്കണം. സാധാരണക്കാരന്റെ പോക്കറ്റ് ഇവർക്ക് കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതിനപ്പുറത്തേക്ക് ഇത്രയും ചികിത്സകൾ അവിടെ നടന്നു, ഇത്രയും സർജറികൾ നടന്നു. അതിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായ സന്ദർഭത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞു, അത് നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടും അത് നടപ്പാക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ വിഷമം കൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം, ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെല്ലാം അടിമകളാണ്, അവർ വായ് തുറന്നൊന്നും പറയില്ല എന്ന്. ബുദ്ധിമുട്ടുണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞില്ലേ? അദ്ദേഹത്തെ അതിന്റെ പേരിൽ ആരെങ്കിലും ക്രൂശിച്ചോ? അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞോ? അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇടപെടേണ്ട ഇടങ്ങളിലെല്ലാം അദ്ദേഹം ആരാണോ ഉയർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അദ്ദേഹം ആരടുത്താണോ ഇത് ആവശ്യപ്പെടേണ്ടത് അവരടുത്തെല്ലാം ഇത് ആവശ്യപ്പെട്ടിട്ട് സമയത്ത് കിട്ടിയില്ല എന്ന് പറയുന്ന കാര്യം. ആ കാര്യത്തിനിടയിൽ സിസ്റ്റത്തിന്റെ വലിയ വീഴ്ചയുണ്ടെന്നേ. ആ സിസ്റ്റം ഞാൻ പറഞ്ഞ ഈ 5 വർഷം കൂടുമ്പോൾ മാറിപ്പോകുന്ന രാഷ്ട്രീയക്കാരാണ് സകലതിനും കുറ്റക്കാരല്ല. നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്, അവരുടെ ഉള്ളിലെ രാഷ്ട്രീയമുണ്ട്. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് പലതരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതിന് അവരുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എന്റെ ഒരു വ്യക്തിപരമായ തോന്നൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, പലർക്കും സാധാരണ രീതിയിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരല്ല.
ചില പ്രത്യേകതരം കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ കുടുംബ മഹത്വമുള്ളവർ, ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ലാത്തവർ, അല്ലൽ അറിഞ്ഞിട്ടില്ലാത്തവർ, അങ്ങനെയുള്ള വിഭാഗക്കാർ ഒരുപാട് പേർ സർക്കാർ സർവീസിൽ എത്തുന്നുണ്ട്. എവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മുന്നിലേക്ക് വരുമ്പോൾ, ഇത് എല്ലാവരെ കുറിച്ചുമല്ല, ഒരു വിഭാഗം ആൾക്കാരാണ്. സാധാരണക്കാർ മുന്നിലേക്ക് വരുമ്പോൾ അവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ, അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ, അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ത്രാണിയില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, എന്നാൽ പരീക്ഷ എഴുതി ആ പദവിയിലേക്ക് എത്തിയതിനു ശേഷം ഒരു ഇഞ്ച് റിസ്ക് എടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരുപാട് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് രാഷ്ട്രീയക്കാരുടെയും സർക്കാരിന്റെയും തലയിലേക്കൊക്കെ പോകുന്നത്. അത് അത്തരം ഉദ്യോഗസ്ഥരെ എല്ലാം വളരെ ശക്തമായി ഒഴിവാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്, ആ ഒരു ചർച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പണ്ടത്തെ കാലത്തല്ല. അതിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് നമ്മൾ പോയി നോക്കിയാലും, അവിടുത്തെ OP ബ്ലോക്കിലേക്ക് നമ്മൾ പോയാൽ നോക്കിയാലും, എല്ലാത്തിനും ഒരു സിസ്റ്റം, കുത്തഴിഞ്ഞതിൽ നിന്ന് ഒരു സിസ്റ്റത്തിലേക്ക് അത് വരുന്നുണ്ട്. ഒന്നും ഒരു ദിവസം കൊണ്ട് ഒരു മന്ത്രവടിയെടുത്ത് കറക്കി ശരിയാക്കാൻ പറ്റുന്നതല്ല. ചില കുത്തഴിഞ്ഞ സാധനങ്ങൾ അതിനെ റെഡിയാക്കി എടുക്കാൻ സമയം ആവശ്യമാണ്. ആ സമയമാണ് ഇപ്പോൾ ആർജിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്, അതിനെ നന്നാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പല മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. അത്യാധുനിക ചികിത്സകൾ അവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. പലതരത്തിലുള്ള മോഡേൺ ഫെസിലിറ്റികൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ കൂടുതൽ ആധുനിക രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ സെക്കൻഡിൽ റദ്ദാക്കുകയാണ്. കേരളത്തിലെ സർക്കാർ മേഖലയിലെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യ രംഗം മുഴുവൻ വെന്റിലേറ്ററിലാണ്, തകർന്ന് തരിപ്പണമായെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പ്രത്യേക രാഷ്ട്രീയം കളിക്കേണ്ട മേഖലയല്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രിവിലേജ് ഉള്ള കുടുംബങ്ങളുടെ കോൺഗ്രസ് രാഷ്ട്രീയമുണ്ടല്ലോ, അവർക്ക് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു തമാശയാണ്, അതൊക്കെ രാഷ്ട്രീയമാണ്, അത് ആഘോഷിക്കണം, അതൊക്കെ എങ്ങനെ മുടക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആശുപത്രികളിലെ ഹാരിസ് ഡോക്ടർ ഉന്നയിച്ച ആ ജെനുവിനായിട്ടുള്ള പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് മുൻ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരടുത്ത് വിളിച്ച് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഡോക്ടറെ കുറിച്ച് 100% അഭിപ്രായമാണ് അവിടെ എല്ലാവർക്കും ഉള്ളത്. അത് പരിഹരിക്കാൻ പറ്റാത്ത ചില അഡ്മിനിസ്ട്രേഷൻ പ്രശ്നങ്ങൾ, അത് അതായത് ചട്ടങ്ങളെല്ലാം കാലാനുസൃതമായി മാറ്റിക്കൊണ്ട് ഇത്തരം എക്യുപ്മെന്റ്സ് മേടിക്കുന്നതിനെല്ലാം വളരെ വേഗത്തിൽ തന്നെ നീക്കുപോക്കുകൾ ഉണ്ടാകേണ്ട അവസ്ഥയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ചർച്ച ചെയ്യുന്നതിനപ്പുറം എങ്ങനെ ആരോഗ്യ മേഖലയെ തകർക്കാം, സ്വകാര്യ മേഖലയ്ക്ക് ഇതിലൂടെ ഒരു അവസരം ഉണ്ടാക്കാം, അവരുടെ കച്ചവടം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിലർ ഏജൻസി പണി എടുക്കുന്നുണ്ട്. അത് നാട്ടുകാർ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ച നടത്താതെ ഇതൊരു തരം പ്രത്യേക താല്പര്യത്തോടുകൂടി, രാഷ്ട്രീയത്തോടുകൂടി നടത്തുന്ന ചർച്ച, അത് ആ മേഖലയെ വല്ലാതെ അപകടത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറയേണ്ടി വരിക. അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 2000 പേരെ ഡോക്ടർ നോക്കുന്നു. ചിലർക്കൊന്ന് സത്യം പറഞ്ഞ ഇബ്രാഹിം ഹംസ കൈവച്ച മേഖല ബിവറേജ് ബാർ. എന്താണ് ഇബ്രാഹിമേ ഇതൊക്കെ? ഈ ഇബ്രാഹിം ഹംസയ്ക്ക് ബിവറേജ് ബാർ എന്നൊക്കെ കേട്ടാ ഇത്ര വലിയ പ്രശ്നം? ഇപ്പോ ഇബ്രാഹിം ഹംസ വിദേശത്ത് പോയിട്ടില്ലേ, ദുബായി പോയിട്ടില്ലേ? അവിടെ ഉള്ളപ്പോ ഈ ബാറും ബിവറേജ് ഒക്കെ ഒന്നും ഒരു പ്രശ്നമല്ല. അവിടെ കിട്ടുന്ന ഇതുപോലുള്ള ഈ മദ്യവും ഇതൊക്കെ അവിടത്തേന് നല്ലതാണ്, അവിടത്തേക്ക് ഹറാമല്ല. കേരളത്തിലേക്ക് വരുമ്പോൾ അതെന്തോ ഒരു വലിയ ഹറാം പോലെ നിങ്ങൾ കാണേണ്ടതുണ്ടല്ലോ. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണോ മദ്യം ഉള്ളത്? ബാക്കി ഒരിടത്തും മദ്യം ഇല്ലേ? ഇതുവരെയുള്ള പോളത്തരവും വിവരക്കേടൊക്കെ ഇബ്രാഹിം ഹംസമാരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും കാഴ്ചപ്പാട് ഇതുവരെ വിപുലീകരിച്ചിട്ടില്ല. ഇനിയിപ്പോ കേരളത്തിൽ എത്ര ബിവറേജസ് തുറന്നാലും, കേരളത്തിൽ എത്ര ബാർ തുറന്നാലും ഇബ്രാഹിം ഹംസ മദ്യപിക്കില്ലെങ്കിൽ അങ്ങോട്ട് പോകാറില്ല. ആവശ്യമുള്ളവർ അവിടെ പോയി കഴിക്കും. അതില്ലാത്ത സന്ദർഭം ഉണ്ടാകുമ്പോഴാണ്, കൊറോണ കാലഘട്ടത്തിൽ ഇത് ആർക്കും കൊടുക്കാതെ അടച്ചിട്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ ലഹരി വ്യാപനക്കാർ ഈ നാട്ടിൽ പിടിമുറുക്കി എന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാക്കണം. മനുഷ്യർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർ ഒളിച്ചും പാത്തും ചെയ്യും. ഇപ്പോൾ സൗദികൾ ഇത്രയും കാലം ഇബ്രാഹിം ഹംസയോട് പറയാണ്, ആ മേഖലയിൽ മദ്യനിരോധനമുള്ള ഒരു നാടായിരുന്നു. ആ നാട്ടിൽ മദ്യം ഒളിച്ചു കടത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് അവിടെ മദ്യം ഒളിച്ചു കടത്തേണ്ട ഒരു സാഹചര്യം? നിരോധിച്ചു എന്ന് കരുതി അത് ഇല്ലാതാക്കാൻ പറ്റുമോ? ഒരു കാര്യം കൂടി ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കുന്നതാണ് കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കളെല്ലാം. നിരോധിച്ചതുകൊണ്ട് അത് ഇവിടത്തെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഉപയോഗിക്കുന്നില്ലേ? ഇമാതിരി വിവരക്കേടൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് കാഴ്ചപ്പാടില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന് എന്ത് ആവശ്യമുണ്ടോ അവൻ ഒരു കുറച്ചു കാലം ജീവിക്കാൻ വന്നവരാണല്ലോ. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഉപയോഗിക്കുന്നവർ, അത് മാന്യമായി ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോട്ടെ. ഒരു
ബാറിൽ എത്ര പേർക്ക് ജോലി കിട്ടും? നിങ്ങൾക്ക് ഇവിടെ ഒരു കുട്ടികൾക്കും ജോലി കൊടുക്കുന്നില്ലേ? ഒരാൾ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരികയാണ്. ആ ഇൻവെസ്റ്റർ ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ഈ മേഖലയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് ആ പണം നഷ്ടമാകാതെ അവിടെ കുറച്ചു പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് സാധനമാണോ കൺസ്യൂം ചെയ്യാൻ ആളുള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആവശ്യമുള്ളവർ മാത്രമേ അവിടെ പോകത്തുള്ളൂ. അല്ലാതെ ഇപ്പോ ഇബ്രാഹിം ഹംസ മദ്യം ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇബ്രാഹിം ഹംസ ഇനി എത്ര എണ്ണം തുറന്നാലും അങ്ങോട്ട് പോകാൻ പോകുന്നില്ല. പക്ഷെ താല്പര്യമുള്ളവർ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് തേടി പോകുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഇതൊക്കെ എന്തോ ഒരു മഹാപ്രശ്നമാണെന്നുള്ള നമ്മുടെ നാട്ടിൽ നിരോധനമല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾ ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്ന കാര്യം ചിലർക്ക് താല്പര്യമില്ല എന്ന് കരുതിക്കൊണ്ട് ഭൂരിപക്ഷം പേർക്ക് താല്പര്യമുള്ളതൊന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നതൊക്കെ വിവരക്കേടാണെന്നൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നീട് കുറച്ചു പേർ പ്രതികരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഇബ്രാഹിം ഹംസയ്ക്ക് പിന്നെ നമ്മുടെ ചില അടിമകളാണ്, കുഴപ്പമില്ല. കൈവച്ച മുഹമ്മദ് അലി, സജീവ് റേവരത്ത്, ഇത്രയും പേരാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കമന്റ് വായിച്ചിട്ട് മറുപടി പറയുന്നതായിരിക്കും. എന്തായാലും ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ പിന്നിൽ സ്വകാര്യ ലോബി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നാട്ടിൽ ഈ മനുഷ്യർക്ക് ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഈ പറയുന്ന രീതിയിലെല്ലാം കുത്തഴിഞ്ഞ അവസ്ഥയാണ്, ഒന്നും നടക്കുന്നില്ല എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റ് കീറുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അതും വേണ്ട, സ്വകാര്യ ആശുപത്രികളുടെ കയ്യിൽ ചികിത്സാ പിഴവ് വന്നു കഴിഞ്ഞാൽ കൈമലർത്തിയ ആ രോഗി എങ്ങോട്ടാണ് പറഞ്ഞു വിടാറുള്ളത്? എങ്ങോട്ടാണ് അവർ നട തള്ളുന്നതെന്നൊന്ന് ആലോചിച്ചാൽ മതി. അത് പലപ്പോഴും നിങ്ങളുടെ അസ്തിത്വം വരെ അവർ പിഴിഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും നേരെ സർക്കാർ ആശുപത്രിയുടെ ചുമലിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് അവരുടെ ചികിത്സയുടെ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കുക. ഹാരിസ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, പരിഹരിക്കണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ചികിത്സകൾ ഉണ്ടാകണം. പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ്, അതായത് കൂടുതൽ ആൾക്കാർ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരുന്നുണ്ട്. എത്ര കേസുകൾ അറിഞ്ഞിട്ടുണ്ടെന്നറിയോ? അതൊന്നും നമ്മുടെ നാട്ടിൽ വാർത്തയല്ല. സർക്കാർ ആശുപത്രികളിൽ പലതരത്തിലുള്ള അപൂർവ ചികിത്സാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയ വിജയങ്ങൾ. പക്ഷേ സ്വകാര്യ ആശുപത്രിയിലെ ഒരു ചികിത്സയിൽ ഒരു പുതിയ വിജയമുണ്ടെങ്കിൽ വലിയ കള്ളർ ഫോട്ടോ അടിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ്? അത് മുതലാളിയുടെ പോക്കറ്റ് നിറയുന്നതുകൊണ്ടാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം. മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം.